അപ്പോൾ എല്ലാവർക്കും നല്ല നമസ്കാരം. നമ്മുടെ ഡേവിസ് കൊച്ചാപ്പേട്ടൻ റൗണ്ട്ലാൻഡ് ട്രാവൽസ് ചാലക്കുടി കുറ്റിക്കാട്ടുകാരനാണ്, അറിയാലോ. ഇപ്പം ഞാനിത് എന്താ വന്നിരിക്കണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, പുള്ളിക്കൊരു സ്വഭാവമുണ്ട്. നമ്മളറിയാത്ത ഭാഷയിൽ ഓരോ മെസ്സേജുകൾ നമുക്ക് വിടും. അങ്ങനെയുള്ള സുഹൃത്തുക്കൾ നിങ്ങൾക്ക് ഉണ്ടാവും ഇല്ലേ? ഇപ്പം എനിക്കൊരു മെസ്സേജ് വന്നേക്കാണ്, എൽ റോസ്ട്രോ ഡെൽ പെർട്ടോൺ. ഇപ്പോഴും കണ്ടില്ല ആ മെസ്സേജ് ഒന്നും പറയാം, എൽ റോസ്ട്രോ ഡെൽ പെർട്ടോൺ. എന്ത് റോസ്റ്റാണ് ഈ സാധനം? വല്ല ചിക്കൻ റോസ്റ്റോ വല്ല സംഭവമാണോ? അതായത് നമുക്ക് ഇതുപോലത്തെ മെസ്സേജ് ഇട്ടിട്ട് നമ്മൾ ഇതുമേ പിടിച്ച് വട്ടം ചുറ്റി നടക്കുക. ഞാനിത് പരമാവധി വട്ടം ചുറ്റി, ഒരു രക്ഷയില്ല. ഇതെന്ത് ഭാഷ? ഇംഗ്ലീഷ് അല്ല എന്നുള്ളത് എനിക്ക് മനസ്സിലായി. ഒരിക്കൽ കൂടി നിങ്ങളോട് പറയുകയാണ്, നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയെങ്കിൽ പറഞ്ഞോ, എൽ റോസ്ട്രോ ഡെൽ പെർട്ടോൺ, എൽ റോസ്ട്രോ ഡെൽ പെർട്ടോൺ, എൽ റോസ്ട്രോ ഡെൽ പെർട്ടോൺ. എന്റെ ഡേവിസ് ഏട്ടാ, എന്നിട്ടാണ് എൽ റോസ്ട്രോ ഡെൽ പെർട്ടോൺ? ഇത് എവിടുത്തെ കിട്ടിയ സംഗതി? ഇത് ഈ സംഗതി കിട്ടിന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളോടൊക്കെ പങ്കുവെക്കാൻ വളരെ സന്തോഷമുള്ളൊരു വാർത്തയാണ്. എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ, പ്രത്യേകിച്ച് ജയഫേസിന് ഈ മെസ്സേജ് ഇട്ടതിന്റെ കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന പോലെ ഫേസ് ഓഫ് ദി ഫേസ്ലെസ് എന്ന് പറഞ്ഞ സിനിമ, നമ്മുടെ ഷൈസൻ പി ഔസേപ്പ് സംവിധാനം ചെയ്ത സിനിമ സുരഭിയില് ആദ്യമായിട്ട് മീഡിയ കവറിംഗിന് വന്നത് ജയഫേസ്. അപ്പൊ എന്തുകൊണ്ടാണ് ഇപ്പൊ ഈ പറഞ്ഞ ഡയലോഗ് ഞാൻ ഇട്ടത്? എനിക്ക് പറയുമ്പോ അതെന്താ വെച്ച് കഴിഞ്ഞാൽ, ഇത് സ്പാനിഷ് ലാംഗ്വേജില് ദി ഫേസ് ഓഫ് ദി ഫേസ്ലെസിന്റെ സ്പാനിഷ് ലാംഗ്വേജുള്ള പേരാണ്. ഇത് നമ്മുടെ ഫേസ് ഓഫ് ദി ഫേസ്ലെസ് എന്ന് പറയുന്ന നമ്മുടെ ഷൈസൻ പി ഔസേപ്പ് എന്ന് പറഞ്ഞ നമ്മുടെ ഷൈസാന്റെ സിനിമ സ്പാനിഷിലേക്ക് വരാൻ പോകണം. സ്പാനിഷിലേക്ക് എത്താണ്. ഇതിനോടകം തന്നെ ഇംഗ്ലീഷിലും ഹിന്ദിയിലും തമിഴിലും തെലുങ്കിലും മലയാളത്തിലും ഇപ്പൊ ഈ വരുന്ന ഞായറാഴ്ച മറ്റന്ന സ്പാനിഷ് ലാംഗ്വേജില് ഈ പേരില് ഇപ്പൊ പറഞ്ഞ പേരില് എനിക്ക് പറയാൻ തന്നെ പണിയാണ്. എൽ റോസ്ട്രോ ഡെൽ പെർട്ടോൺ. ഇത് ഈ സംഭവം നിങ്ങൾക്ക് ഇതിന്റെ ടൈലർ ഞാൻ ഈ ജാക്സിന് കൊടുക്കുന്നുണ്ട്, നിങ്ങളെ കാണിച്ചു തരും. അപ്പൊ നിങ്ങൾക്ക് കുറച്ചും കൂടി മനസ്സിലാവും. നമ്മുടെ ഒരു സന്തോഷം എന്താന്ന് വെച്ചാല്, ഈ കേരളത്തില് ആദ്യമായിട്ടായിരിക്കണം എന്റെ അറിവില്, വേറെ ഉണ്ടോന്ന് എനിക്കറിയില്ല, സ്പാനിഷ് ലാംഗ്വേജില് തർജ്ജമ ചെയ്തിട്ട് സ്പാനിഷില് അമേരിക്കയില് ഒരു സിനിമ റിലീസാവണേ. ഇപ്പൊ പല സിനിമകൾ ഇറങ്ങിയിട്ടുണ്ട്. അപ്പൊ നമ്മള് പറയും ഇപ്പൊ തമിഴ്നാട്, ജപ്പാൻ, അല്ലെങ്കിൽ ഓസ്ട്രേലിയ, കാനഡയിലൊക്കെ റിലീസ് ആവുന്നത്. അത് മലയാള സിനിമയായിരിക്കും, അത് OTT യിലായിരിക്കും. മലയാളത്തിലുള്ള സിനിമ എല്ലാ മലയാള സിനിമ മലയാളത്തിൽ തന്നെയായിരിക്കും, മലയാളികൾ മാത്രമായിരിക്കും കണ്ടിരിക്കുക. ഇത് എങ്ങനെയാണെന്ന് വെച്ചാൽ, ഇപ്പൊ നമ്മൾ തമിഴിൽ ഡബ് ചെയ്തു, തെലുങ്കിൽ ചെയ്തു, ഇംഗ്ലീഷിൽ ചെയ്തു, ഹിന്ദിയിൽ ചെയ്തു, മലയാളത്തിൽ ചെയ്തു, ഇപ്പൊ അത് സ്പാനിഷ്. 6 ലാംഗ്വേജിൽ ഈ സിനിമ ഇപ്പൊ ഡബിങ് കഴിഞ്ഞ ഒരു സിനിമ എനിക്ക് തോന്നുന്നു മലയാളത്തിൽ കേരളത്തിൽ ആദ്യമായിട്ടായിരിക്കണം. ഭയങ്കര സംഭവം സത്യം. 125 ഇന്റർനാഷണൽ അവാർഡുകൾ ഇതിനോടൊപ്പം കേരളത്തിൽ നിന്ന് കൂടാണ്ട് നേടിക്കഴിഞ്ഞു. 2024 ഓസ്കർ എൻട്രി കിട്ടിയതൊക്കെ പലപ്പോഴും നമ്മൾ പലയിടത്തും പറഞ്ഞിട്ടുണ്ട്. ഇപ്പോഴും നിങ്ങൾ ഓർമ്മിപ്പിക്കുകയാണ്. ഈ സിനിമ നിലയ്ക്കുന്നില്ല. കാരണം പല പള്ളികളിലും അച്ഛന്മാരുടെ ഉടുപ്പ് മാറ്റത്തിന്, അല്ലെങ്കിൽ ഒരു കന്യാസ്ത്രീ ആവുന്ന ഒരു ഫംഗ്ഷൻ നടക്കുമ്പോൾ, അല്ലെങ്കിൽ ഒരു ധ്യാനം നടക്കുമ്പോഴൊക്കെ ഒരു ധ്യാനം പോലെ ഈ സിനിമ ഇപ്പോഴും പല സ്ഥലത്തും പ്രദർശിപ്പിക്കാൻ എന്നെ വിളിക്കുന്നുണ്ട്, ഞങ്ങളെ വിളിക്കുന്നുണ്ട്. ഇപ്പോഴും നടക്കുന്നുണ്ട്. എത്രയോ പള്ളികളിൽ പല സ്ഥലങ്ങളിലും ഇപ്പോഴും ഈ സിനിമ നടക്കുന്നു. ഏറ്റവും വലിയ സന്തോഷം പങ്കുവയ്ക്കാൻ ഞാൻ ജക്സിന് ഈ പേരിട്ട് കൊടുത്തത്, സ്പാനിഷ് ലാംഗ്വേജിൽ ഈ സിനിമ റിലീസാവാണ് മറ്റന്ന്. കഴിഞ്ഞ ഞായറാഴ്ച അമേരിക്കയിൽ പല സ്ഥലങ്ങളിൽ സ്പാനിഷ് എംബസിയും അവരുടെ കൂട്ടായ്മകളുണ്ട്. അവിടെ വെച്ച് ഡയറക്ടർ ഷൈസൻ പി ഔസേപ്പ് പ്രീമിയർ ഷോകൾ കംപ്ലീറ്റ് നടത്തിയിരുന്നു. വളരെയധികം ആൾക്കാരെ ബന്ധപ്പെട്ടിരുന്നു. ഞാൻ വീഡിയോസും ഫോട്ടോസും ഒക്കെ ജക്സൺ തരാം. വളരെ ഗംഭീരായിരുന്നു. USA അതാ അദ്ദേഹം ഇനി 15 ദിവസം കഴിഞ്ഞ് വരും. ഇതിനു വേണ്ടി പോയതാണ്. അവിടെ ഇപ്പൊ സ്പാനിഷ് ഡബിങ് കഴിഞ്ഞു. മറ്റന്നാൾ ഞായറാഴ്ച ഇതിന്റെ റിലീസിംഗ് ആണ്. അതിന്റെ ഒരു സന്തോഷത്തിലാണ് നമ്മള്. അതിനാണ് നിങ്ങൾക്ക് കിട്ടുന്നത്, വേറെ പ്രത്യേകിച്ചൊന്നുമില്ല. അപ്പൊ പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ആ വാക്ക് ഒന്നും കൂടി ഓർത്തിരിക്കുക. എന്താ സംഭവം എന്നുള്ളത് മനസ്സിലായില്ലേ? നമ്മുടെ മോതിരക്കണ്ണിക്കാരനായിട്ടുള്ള നമ്മുടെ ഷൈസേട്ടൻ 125 പരം ഇന്റർനാഷണൽ അവാർഡുകൾ നേടിയിട്ടുള്ള ഒരു സിനിമയുടെ പിന്നണിയിൽ നിന്നുകൊണ്ട് ആ സിനിമയുടെ ആകെ ടോട്ടലും മൊത്തം പ്രവർത്തിച്ച നമ്മുടെ സംവിധായകനായിട്ടുള്ള ഷൈസൻ പി ഔസേപ്പ് അദ്ദേഹം വീണ്ടും ഉയരങ്ങളിലേക്ക് പോവാണ്. അദ്ദേഹത്തിന്റെ സിനിമ സ്പാനിഷ് ഭാഷയിലേക്ക് അത് തർജ്ജമ ചെയ്യപ്പെട്ടിരിക്കുകയാണ്, അത് ഡബ് ചെയ്യപ്പെടുകയാണ്. എന്താ നമുക്ക് അഭിമാനിക്കാവുന്ന സംഭവമല്ലേ? അപ്പൊ ഇതായിരുന്നു ഈ നമ്മുടെ റൗണ്ട്ലാൻഡ് ട്രാവൽസിലെ ഈ ഡേവിസ് ഏട്ടൻ എന്നോട് പറഞ്ഞത്. എനിക്ക് മനസ്സിലായില്ല. എന്തായാലും ഒരിക്കൽ കൂടി ആ പേര് ഞാൻ നിങ്ങളോട് പറയാണ്, എൽ റോസ്ട്രോ ഡെൽ പെർട്ടോൺ. എൽ റോസ്ട്രോ ഡെൽ പെർട്ടോൺ. അപ്പോ ഡേവിസ് ഏട്ടാ, താങ്ക് യു. ഞായറാഴ്ച വൈകിട്ടാണ് റിലീസിംഗ് നടക്കുന്നത്. യെസ്. അപ്പൊ അതിക്ക് മുൻപോടിയായിട്ട് ജയഫേസിൽ നമ്മുടെ വാർത്ത റിലീസാവും. നന്ദി, നമസ്കാരം. ¿Cree poder ayudarles? No. Vamos, inténtelo. Una misionera tiene un objetivo claro.
La defensa de aquellas personas con la atención de una madre que la necesiten. Satna y Utkal son paraísos comparados con esto. Aquí hay muchos más desafíos a los que enfrentarnos. Madre, ¿por qué se empeña en ayudarnos tanto a todos? Este pueblo tendrá sus problemas, como todos. ¿Quién se ha creído que es? Han destrozado la vida de esa pobre niña. El destino de esos campesinos lo decidimos nosotros. Los problemas que haya tenido con esta gente todavía los puede solucionar. ¡Cállese! Este momento es decisivo para ellos. No puedo dejarles solos. Hermana Rani María, es su última advertencia. La congregación tomará severas medidas. Aquí hacemos las cosas a nuestra manera, desde hace generaciones. Si no quieres problemas, lárgate. Sé que no será fácil. No hay vuelta atrás.